Good morning, dear students. അപ്പോൾ നമ്മൾ ഇന്നലെ 18 ഇലക്ട്രോൺ റൂൾസ് കണ്ടായിരുന്നു അല്ലേ? 18 ഇലക്ട്രോൺ റൂൾ എങ്ങനെയാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കണ്ടു. ഇന്ന് നമ്മൾ 18 ഇലക്ട്രോൺ റൂൾ വെച്ച് എങ്ങനെയാണ് ഒരു മെറ്റൽ ബോണ്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് കാർബണൈൽ കോംപ്ലക്സുകളുടെ മെറ്റൽ ബോണ്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് CO2CO8. അപ്പോൾ ഇത് കൊബാൾട്ടിൻ്റെ ഒരു കോമ്പൗണ്ടാണ് അല്ലേ? ഈ കോമ്പൗണ്ടിൽ 8 കാർബണൈൽ ലിഗാൻഡ്സ് ഉണ്ടല്ലേ? കാർബണൈൽ ഗ്രൂപ്പ് 8 ഉണ്ട്, അതേപോലെ തന്നെ 2 കൊബാൾട്ട് ആറ്റം ഉണ്ട്. നമുക്കതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ ഇതാണ്. നോക്കിക്കേ, ഇതിനകത്ത് കൊബാൾട്ടിൽ 3 കാർബണൈൽ ലിഗാൻഡ് ഡയറക്റ്റ് ലിങ്കിങ് ആണ് അല്ലേ? 2 കൊബാൾട്ടിൽ ആറ്റവും 3 കാർബണൈൽ ഗ്രൂപ്പ് ഡയറക്റ്റ് ലിങ്കിങ് ആണ്. പിന്നെയോ ഒരു മെറ്റൽ ബോണ്ട് ഉണ്ട്. പിന്നെയോ 2 മെറ്റൽ ബോണ്ടും ഒരു മെറ്റൽ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ CO2CO8ൻ്റെ സ്ട്രക്ചർ. നമുക്കപ്പോൾ ഇതിലെ മെറ്റൽ ബോണ്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കൊബാൾട്ടിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 27 അല്ലേ? Cobalt's atomic number is 27. The outermost electronic configuration of cobalt is 3d7-4s2. So, the outermost shell of the cobalt atom contains 9 electrons. Here, 2 cobalt atoms are there. So, the total number of valence shell electrons are 2 into 9, that is 18. Then, there are 8 carbonyl groups are present. One carbonyl group contributes 2 electrons to the complex. So, here 8 carbonyl groups are there. So, the total number of electrons contributing by the ligand is 8 into 2, that is 16 electrons. Here one metal bond is there. So, 1 into 2, that is equal to 2. So, the total number of electrons is 36. For one cobalt atom, they can divide 36 by 2, that is 18. Here 2 cobalt atoms are there. So, for one atom, that is 18 electrons are there. So, the complex follows the 18 electron rule. Next ഏതാണ്? Fe2CO9. ഇവിടെ 2 അയൺ ആറ്റംസ് ഉണ്ട്, 9 കാർബണൈൽ ഗ്രൂപ്പ്സും ഉണ്ട്. അയണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? അയണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 26 ആണ് അയണിൻ്റെ ആറ്റോമിക് നമ്പർ. ഇത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 36 and 4s2. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് അയൺ കണ്ടെയ്ൻസ് 8 electrons. Here 2 iron atoms are there. So 2 into 8, that is 60. പിന്നെയോ 9 കാർബണൈൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലേ? അപ്പോൾ ഒരു കാർബണൈൽ ഗ്രൂപ്പ്സ് എത്ര ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 2 electrons. Here 9 carbonyl groups are there. So 9 into 2, that is equal to 80. So ഒരു മെറ്റൽ ബോണ്ട് ഉണ്ടല്ലേ? That contributes 2 electrons. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? So total number of electron is 36. For iron atom, it is 36 by 2, 18. മനസ്സിലായില്ലേ? ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാവേ. ഇതാണ് നമ്മുടെ Fe2CO9ൻ്റെ സ്ട്രക്ചർ വരുന്നത്. നോക്കിക്കേ, ഇതിനകത്ത് മൂന്ന് അയൺ കാർബണൈൽ അയൺ ബോണ്ട് ഉണ്ടല്ലേ? പിന്നെ ഒരു മെറ്റൽ ബോണ്ടും ഉണ്ട്. ബാക്കിയുള്ള 3 കാർബണൈൽ ഗ്രൂപ്പ്സ് അയണുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് വൺ Mn2CO10. നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുക. പിന്നെ എത്ര മെറ്റൽ ആറ്റം ഉണ്ടോ അതേപോലെ തന്നെ എത്ര കാർബണൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ കോൺട്രിബ്യൂഷൻസ് നോക്കുക. നെക്സ്റ്റ് വൺ Fe3CO12. ഇത് നിങ്ങളെങ്ങനെയാണ് ഹോംവർക്ക് ചെയ്തേ? എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കിക്കേ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അത് 18 ഇലക്ട്രോൺ റൂൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ?
ഇതിൻ്റെ കേസിൽ നോക്കിക്കേ, Fe3CO12 ആണ്. 3 അയൺ ആറ്റംസും പിന്നെ 12 ലിഗാൻസും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അയണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 and 4s2. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ഇസ് 8. അപ്പം 3 അയണാറ്റം ഉണ്ട്. അപ്പം 3 × 8 ദാറ്റ് ഈസ് 24. ഇനിയോ കാർബണൈൽ ഗ്രൂപ്പ്സ് 12 കാർബണൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം 12 × 2 ഈസ് 24. അപ്പം ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? 48 ആണ് വരുന്നത്. അപ്പം ഇത് 18 ഇലക്ട്രോൺ റൂൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലേ. 18 ഇലക്ട്രോൺ റൂൾ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിലെങ്കിലോ 18ൻ്റെ ഗുണിതങ്ങളായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് അല്ലേ. അപ്പം ഇതിനകത്ത് എത്ര മെറ്റൽ ആറ്റം ഉണ്ട്? 3 മെറ്റൽ ആറ്റം ഉണ്ടല്ലേ. അപ്പം ഇത് 18 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം നോക്കിക്കേ, 48 പ്ലസ് x ഈസ് ഈക്വൽ ടു 54. x ഈസ് ഈക്വൽ ടു 54 മൈനസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ഈസ് ദാറ്റ് ഈസ് x ഈസ് 6/2 ഈസ് 3. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് എത്രയുണ്ട്? 3 മെറ്റൽ ബോണ്ട് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ. 18 × 3 ഈസ് 54. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 54 വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് 18 ഇലക്ട്രോൺ റൂൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ MnCO5 മൈനസ്. ഇതിനൊരു ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് ചാർജ് ഏതാണോ ഉള്ളത്, ഇപ്പോൾ -1 ആണുള്ളതെങ്കിൽ ഇപ്പോൾ മൈനസ് എവിടെ കൊടുത്തേക്ക്, ഇപ്പോൾ -1 ആണുണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ +1 ചെയ്യണം. അഥവാ +1 ആണെങ്കിൽ കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം -1 ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, വാലൻസ് ബോണ്ട് തിയറി ആൻഡ് യൂസസ് ഓഫ് മോണോന്യൂക്ലിയർ, ബൈന്യൂക്ലിയർ ആൻഡ് ട്രൈന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ്. അതിനകത്ത് മോണോന്യൂക്ലിയറിനകത്ത് വരുന്നത് അയണിൻ്റെയും നിക്കലിൻ്റെയും കാർബണൈൽ ഗ്രൂപ്പ്സ്, ബൈന്യൂക്ലിയറിനകത്ത് അയണിൻ്റെയും മാംഗനീസിൻ്റെയും കൊബാൾട്ടിൻ്റെയും കാർബണൈൽസ്, ട്രൈന്യൂക്ലിയറിനകത്ത് വരുന്ന അയണിൻ്റെ മെറ്റൽ കാർബണൈൽസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസും പ്രോപ്പർട്ടീസും ഒക്കെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിക്കൽ കാർബണൈൽ ഗ്രൂപ്പ്, നിക്കൽ ടെട്രാ കാർബണൈൽ, നിക്കലും 4 കാർബണൈൽ ഗ്രൂപ്പും. അപ്പം ഈ ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ദ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് കാർബണൈൽ ഓവർ ഫൈനലി ഡിറൈവ്ഡ് നിക്കൽ അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. അപ്പം കാർബൺ മോണോക്സൈഡ് നിക്കലിലേക്ക് ഫൈനലി ഡിവൈഡ് ചെയ്തേക്കുന്ന എന്നുള്ള ഫൈനലി ചോപ്ഡ് ചെയ്തേക്കുന്ന നിക്കലിലേക്ക് കാർബൺ മോണോക്സൈഡ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസിൽ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിക്കൽ ടെട്രാ കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ടാക്കാം. അതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബൈ പാസിങ് കാർബൺ മോണോക്സൈഡ് ത്രൂ ആൻ ആൽക്കലൈൻ സസ്പെൻഷൻ ഓഫ് NaCl2 or NaS. നിക്കൽ സൾഫൈഡിൻ്റെയോ അതേപോലെ തന്നെ നിക്കൽ സൈഡിൻ്റെയോ ഒരു കോംപ്ലക്സ് ആൽക്കലൈൻ സസ്പെൻഷനിലേക്ക് കാർബൺ മോണോക്സൈഡ് പാസ് ചെയ്യുന്ന വഴി നമുക്ക് നിക്കൽ ടെട്രാ കാർബണൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യിക്കാം. ദ ഫസ്റ്റ് വൺ ഇക്വേഷൻ നോക്കിക്കേ. NaCl twice plus 4CO gives NaCO4 plus C2N2. The second one is NaS plus 4CO gives NaCO4 plus S. അതാണ് പ്രിപ്പറേഷൻ. അപ്പോൾ നിക്കൽ ടെട്രാ കാർബണൈലിൻ്റെ 2 പ്രിപ്പറേഷൻസ് നമ്മൾ കണ്ടു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിക്കലിലേക്ക് ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള നിക്കലിലേക്ക് കാർബൺ മോണോക്സൈഡ് 60 ഡിഗ്രിയിൽ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിക്കൽ ടെട്രാ കാർബണൈൽ കിട്ടും. രണ്ടാമത്തേന്ന് പറയുന്നതോ നിക്കൽ സയനൈഡിൽ നിന്ന് എങ്ങനെ കാർബൺ മോണോക്സൈഡും നിക്കൽ സയനൈഡും കൂടി നിക്കൽ ടെട്രാ കാർബണൈൽ കോമ്പൗണ്ട് കിട്ടും. അതേപോലെ തന്നെ നിക്കൽ സൾഫൈഡും കാർബണൈൽ ഗ്രൂപ്പ് കൂടെ ചേർന്ന് നമുക്ക് നിക്കൽ ടെട്രാ കാർബണൈൽ കിട്ടും. ഇതാണ് 2 പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം നമുക്ക്. എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? എന്താണ് ഫസ്റ്റ് വന്ന് ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്
എന്തൊക്കെയാണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ആദ്യം അതിൻ്റെ കളറാണ് പറയുന്നത്. അപ്പം നിക്കൽ കാർബണൈൽ ഗ്രൂപ്പിന് ഒരു കളർലെസ് ലിക്വിഡാണ് നിക്കൽ കാർബണൈൽ എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് നിക്കലിൻ്റെ കോമ്പൗണ്ട്സിനൊക്കെ ഒരു പിങ്ക് കളേഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് ലാബിൽ ചെയ്യുമ്പോൾ അറിയാം, സോൾട്ട് അനാസിലൊക്കെ നിക്കലിൻ്റെ കോമ്പൗണ്ട്സിന് ചെറിയൊരു പിങ്കിഷ് കളറാണല്ലേ. പക്ഷേ ഈ നിക്കൽ കാർബണൈൽ കോമ്പൗണ്ട് ഒരു കളർലെസ് ലിക്വിഡാണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 48 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെയോ it is miscible with benzene and it is almost insoluble in water. അപ്പം എന്താണ്? ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ബെൻസീനിൽ നമുക്കൊരു മിക്സ്ചർ കിട്ടും അല്ലേ? ബെൻസീനിൽ നിക്കൽ ടെട്രാ കാർബണൈൽ ജോയിൻ ചെയ്തൊരു മിശ്രിതം കിട്ടും. പക്ഷേ വാട്ടറിൽ ഇത് ഇൻസൊല്യൂബിൾ ആണ്. പിന്നെയോ നിക്കൽ കാർബണൈൽ ഈസ് ഹൈലി പോയ്സണസ് ആണ്. ഹൈലി പോയ്സണസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് നിക്കൽ ടെട്രാ കാർബണൈൽ. ഇനി അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ നിക്കലിൻ്റെ റിയാക്ഷൻ വിത്ത് ആസിഡ്സ്. ഫസ്റ്റ് വൺ H2SO4. H2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? NaCO4 H2SO4 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിക്കൽ സൾഫേറ്റ് കിട്ടുമല്ലേ? നിക്കൽ സൾഫേറ്റ് പ്ലസ് H2 പ്ലസ് 4CO. പിന്നെയോ പിന്നെ ഗ്യാഷ്യസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? നിക്കൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിക്കൽ സൾഫേറ്റ് ഫോം ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പം നിക്കൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. പിന്നെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിക്കൽ ടെട്രാ കാർബണൈൽ കോമ്പൗണ്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം നിക്കൽ സെപ്പറേറ്റഡ് ആവുന്നു അല്ലേ? നിക്കൽ പ്ലസ് 4CO നിക്കലും കാർബൺ മോണോക്സൈഡുമായിട്ട് സെപ്പറേറ്റഡ് ആവുന്നു അറ്റ് 180 ഡിഗ്രി സെൽഷ്യസ്. പിന്നെയോ ഹാലജൻസുമായിട്ടുള്ളത് ബ്രോമിൻ ക്ലോറിനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴോ നിക്കൽ ബ്രോമൈഡ് നിക്കൽ ക്ലോറൈഡ് അതൊക്കെ കിട്ടുന്നുണ്ടല്ലേ ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെയോ നെക്സ്റ്റ് വൺ ഏതാണ്? Some or all CO groups can be replaced by monodentate as well as bidentate ligands. അപ്പം കാർബണൈൽ ഗ്രൂപ്പ് ഈ നിക്കൽ ടെട്രാ കാർബണൈലുള്ള കാർബണൈൽ ഗ്രൂപ്പ് നമുക്ക് മോണോഡെൻഡേറ്റ് ലിഗാൻസ് അല്ലെങ്കിൽ ബൈഡെൻഡേറ്റ് ലിഗാൻസുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് മോണോഡെൻഡേറ്റ് ആൻഡ് ബൈഡെൻഡേറ്റ് ലിഗാൻസ്? മോണോഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the ligands which contributes a pair of electrons to the metal complex. Monodentate ligands, there are so many examples are there. Hydroxide ions, carbonyl group, cyanide, thiocyanide, PCl3 ഇതെല്ലാം monodentate ligandsന് examples ആണ്. ബൈഡെൻറ്റേറ്റ് ലിഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് മെറ്റൽ ആറ്റത്തിലേക്ക് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓർത്തോഫിനൈൽ, ഡൈ അറൈൽസ്, നൈട്രോ ഗ്രൂപ്പ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ട്. എത്തിലീൻ ഡൈഅമൈൻ ഇതെല്ലാം ബൈഡെൻറ്റേറ്റ് ലിഗാൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പം നിക്കൽ ടെട്രാ കാർബണൈലിൻ്റെ റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നോക്കിക്കേ. നിക്കൽ ടെട്രാ കാർബണൈൽ 4CnRുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പം NaCnR 4+4CO കിട്ടും. PCl3 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴോ NaPCl3 4. കാർബണൈൽ ഗ്രൂപ്പ് നിക്കലിലെ പ്രസൻ്റ് ആയിട്ടുള്ള ലിഗാൻഡിനെ നമുക്ക് മറ്റ് ലിഗാൻസ് വെച്ച് മോണോഡെൻഡേറ്റ് ആയിട്ടും ബൈഡെൻഡേറ്റും ആയിട്ടുള്ള ലിഗാൻസ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് റിയാക്ഷൻ നോക്കിക്കേ. ഡൈ അറൈൽസും ആയിട്ടുള്ളത് NaCO4+ ഡൈ അറൈൽസ് ഗീവ്സ് NaCO2 ഡൈ അറൈൽ പ്ലസ് 2CO അല്ലേ? 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അത് മെറ്റൽ ആറ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസസ് നോക്കിക്കേ. എന്തിനൊക്കെയാണ് നമ്മൾ നിക്കൽ ടെട്രാ കാർബണൈൽ യൂസ് ചെയ്യുന്നത്? സിൻസ് NaCO4 on heating is decomposed to metallic nickel, it is used for the production of nickel by Mondes process. മോൺ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം നിക്കലിന് പ്യുവറസ്റ്റ് നിക്കല് കിട്ടുന്ന പ്രോസസ്സാണ് മോൺ പ്രോസസ്സ്. അതപ്പം നിക്കൽ ടെട്രാ കാർബണൈൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്യുവർ നിക്കലും കിട്ടുന്നു, കാർബൺ മോണോക്സൈഡ് റിലീസ് ആവുകയും ചെയ്യുന്നു. സോ നിക്കൽ
നിക്കൽ പ്യൂറസ്റ്റ് നിക്കൽ കിട്ടുന്ന പ്രോസസ്സാണ് മോൺസ് പ്രോസസ്സ്. സെക്കൻഡ് വണ്ണോ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് പ്ലാന്റിംഗ് ആൻഡ് ഓൾസോ ആസ് എ കാറ്റലിസ്റ്റ്. രണ്ടാമത്തെ യൂസേജ് നോക്കിക്കേ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഗ്യാസ് പ്ലാന്റിംഗ് എന്നാണ് ഇതിനകത്ത് കൊടുത്തത്, പക്ഷെ അതല്ല, ഗ്ലാസ് പ്ലേറ്റിംഗ് ആണ്. ഗ്ലാസ് പ്ലേറ്റിങ്ങിന് നമ്മൾ നിക്കൽ ടെട്രാ കാർബണൈൽ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിക്കൽ ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷന് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ നിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സ്ട്രക്ചർ നോക്കിക്കേ. നിക്കൽ ടെട്രാ കാർബണൈൽ ഹാസ് എ ടെട്രാഹെഡ്രൽ ഷേപ്പ് വിത്ത് NaCO യൂണിറ്റ്സ് ആർ ലീനിയർ അല്ലേ. NaCO ബോണ്ട് ലീനിയർ ആയിട്ടായിരിക്കും. ഒരു NaCO ബോണ്ട് ഉണ്ട്, പിന്നെ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും നിക്കലിനുണ്ടായിരിക്കുക. പിന്നെയോ സ്ട്രക്ചർ നോക്കിക്കേ, അതിൻ്റെ ബോണ്ട് ആംഗിൾ നോക്കിക്കേ, ബോണ്ട് ലെങ്ത് നോക്കിക്കേ. The CO bond length is this carbonyl has found to be equal to 1.15 Angstrom, larger than CO bond length in carbon monoxide molecule. അപ്പോൾ കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിനുള്ളതിനേക്കാളും ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും ഏതിന്, നിക്കൽ ടെട്രാ കാർബണൈലിൻ്റെ CO ബോണ്ട് ലെങ്ത്. പിന്നെയോ the tetrahedral shape of NaCO4 results from sp3 hybridization. ടെട്രാഹെഡ്രൽ ആണ്, അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് sp3 ഹൈബ്രിഡൈസേഷനിലായിരിക്കും നിക്കലാറ്റം ഉണ്ടായിരിക്കുക. NaCO4 molecule is diamagnetic. All electrons present in the valence shell of the nickel get paired into 3d orbitals. അപ്പം എല്ലാം പെയേർഡ് ആണ് അല്ലേ, ഇലക്ട്രോൺസ് ഫുള്ള് പെയേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നിക്കൽ ഡയാമാഗ്നറ്റിക് ആണ്. എന്താണ് നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ? നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ 27 അല്ലേ. നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ 28. അപ്പം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എത്രയുണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അല്ലേ. ഡി ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 3d8 ആൻഡ് 4s2 വരും. 3d8 ആൻഡ് 4s2. അപ്പോൾ 4s2 ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വരും? വേക്കൻറ്റ് എസും പിയും ഉണ്ട് അല്ലേ. വേക്കൻറ്റ് 4s ആൻഡ് 4p ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ 3d10 ആകും അല്ലേ. 3d10 ഹൈബ്രിഡൈസേഷൻ വരുമ്പം 3d10 ഫുള്ളി ഫിൽഡിനാണ് മോർ സ്റ്റേബിൾ ആയിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ 3d10 ആകും. എല്ലാം പെയേർഡ് ആകും, ഡയാമാഗ്നറ്റിക് ആകും, പിന്നെ വേക്കൻറ്റ് 4s ആൻഡ് 4p ഓർബിറ്റൽസ് കാണും. അപ്പോൾ ആ വേക്കൻറ്റ് 4s ആൻഡ് 4p ഓർബിറ്റൽസിലാണ് കാർബണൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആവുന്നത്. സോ sp3 ഹൈബ്രിഡൈസേഷൻ നോക്കിക്കേ. പിന്നെയോ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് 4 carbon monoxide metal bonds, a large negative charge is accumulated on the central nickel atom. In such a situation, polling suggests that the double bonding takes place with a back donation of electrons from the nickel atom, that is carbon monoxide ligands, to such an extent that electronegativity principle is obeyed. Carbon is more electronegative than nickel. കാർബൺ ഗ്രൂപ്പിന് നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു അല്ലേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ കണ്ടായിരുന്നു. കാർബൺ ഗ്രൂപ്പിന് മറ്റ് കോമ്പൗണ്ട്സിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. Compared to carbon, the electronegativities of zinc, cadmium and mercury are less. So here the carbonyl group have more electronegative than nickel. പിന്നെയോ അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പിനകത്ത് ഈ നിക്കൽ ടെട്രാ കാർബണൈലിൽ ഒരു ബാക്ക് ബോണ്ടിങ് ഉണ്ട് അല്ലേ. കാരണം എന്താണ്, നിക്കലിന് 4sഉം 4pയും 2 വേക്കൻറ്റ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. 2 വേക്കൻറ്റ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പം ബാക്ക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസ് പാസിംഗ് ഫ്രം ദ ആറ്റോമിക് ഓർബിറ്റൽ ഓഫ് ദ മെറ്റൽ ടു ദ ലിഗാൻഡ്സ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ. ഇലക്ട്രോൺസ് എവിടെ നിന്നാണ്? മെറ്റലിൻ്റെ ആറ്റോമിക് ഓർബിറ്റലിൽ നിന്ന്. ഇവിടെയോ വേക്കൻറ്റ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടല്ലേ മെറ്റലിന്. ആറ്റോമിക് ഓർബിറ്റലിൽ നിന്ന് ലിഗാൻഡിൻ്റെ ആൻറ്റി ബോണ്ടിൽ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു. അങ്ങനെയാണ് ബാക്ക് ബോണ്ടിങ് ഫോം ചെയ്യുന്നത്.
ഇവിടെ നിക്കലിൻ്റെ കേസിൽ നോക്കിക്കേ, ബാക്ക് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ നിക്കലിൻ്റെ എന്താണ് ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ബാക്ക് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് നിക്കലിൻ്റെ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയോ ഈ ബാക്ക് ബോണ്ടിങ് വരുന്ന കേസുകളിൽ സ്റ്റെബിലിറ്റി, കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി ബാക്ക് ബോണ്ടിങ് ഇല്ലാത്ത കോമ്പൗണ്ടിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഈ നിക്കലിൻ്റെ കേസിൽ ഈ നിക്കൽ ടെട്രാ കാർബണിൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ ഡയാമാഗ്നറ്റിക് ആയിരിക്കും കോമ്പൗണ്ട്. sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, ടെട്രഹെഡ്രൽ ഷേപ്പാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ അയൺ കാർബണയിലാണ്. അയൺ കാർബണയിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.